ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളെ കോൺഫ്ലെക്സ് ഒക്കെ കഴിക്കുന്നത് പാലിലൊക്കെ ഇട്ടല്ലേ. ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് കോൺഫ്ലെക്സ് കഴിച്ചാലോ? കണ്ടോ? അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പയിലേക്ക് വെച്ചു, ഗ്യാസ് കത്തിച്ചു. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ പാലും പാലിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി അതിനകത്ത് കോൺഫ്ലെക്സ് ഇട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. മുതിർന്നവരും കഴിക്കാറുണ്ടല്ലേ. വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഒരു ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റാണ്. ഞാൻ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവോള, ഒത്തിരി ചെറുതാക്കിയില്ല, കുറച്ച് മുഴുത്തതായിട്ട് അരിഞ്ഞിട്ടു. നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടണമല്ലോ, അതുകൊണ്ട് ഈ ഒരു മുഴുപ്പിൽ ഞാൻ അരിഞ്ഞ് എണ്ണയിലേക്കിട്ടു. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. നമുക്ക് ഒത്തിരി അങ്ങ് മൊരിഞ്ഞൊന്നും കിട്ടണ്ട, എന്നാൽ ഒരു മീഡിയം ലെവലിൽ നമുക്ക് സവോള മൊരിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് കീറിയിട്ടു. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടുക. എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 എണ്ണം ഞാൻ അതിനകത്തേക്ക് കീറി അങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 5 പച്ച ബീൻസില്ലേ, അത് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കണം. നമുക്ക് അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ അതുപോലെ ബീൻസും എല്ലാം ഒരു 1/4 വേവായിട്ടുണ്ട്. അത്രയും മതി. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അത് എരിവുള്ള മുളകാണ്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂണേ ഞാൻ മറ്റേ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടുക. ഞങ്ങൾക്കിവിടെ എരിവ് വളരെ കുറച്ച് മതി, അതുകൊണ്ടാണ് ഇത്ര ഇട്ടത്. അതിലേക്ക് ഞാനൊരു ടൊമാറ്റോ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ കൂട്ടൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം നമ്മളുടെ മാഗി മസാലയില്ലേ, മാഗിയിൽ വരുന്ന മസാല, അതിട്ട് കൊടുത്തു. ഞാനെടുത്ത് വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി നമുക്ക് ഉണ്ടാകും. ഇത് കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ആ കിഴങ്ങിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ആ മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ, കിഴങ്ങിൽ പിടിക്കുന്ന വിധത്തിൽ നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട്
ഇളക്കി മസാലകളൊക്കെ ആ കിഴങ്ങിൽ പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് ഇത്രയും അതിന് നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ തട്ടിക്കൂട്ടാം. എല്ലാ ദിവസവും ഈ ദോശ, ഇഡ്ഡലിയും അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. ഇടയ്ക്ക് ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോളും. അതുപോലെ വളരെ ടേസ്റ്റാണ്. അവസാനം ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടോ അതുപോലെ കപ്പലണ്ടിയോ ഒക്കെ വറുത്തിട്ട് കൊടുക്കാം, ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല. ഇത്രയൊക്കെ ഉള്ളെങ്കിലും ഇത്ര ഇട്ടാലും ഈ മസാലകളൊക്കെ ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, ആ കോൺഫ്ലെക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് കഴിച്ച് നോക്കണേ, ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റാണ്. നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ. അങ്ങനെ നമ്മുടെ കോൺഫ്ലെക്സ് ഉപ്പുമാവ് റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.